സായന്തേ, ഇനി നമ്മള് നിർത്തിയത് കീ ജനറേഷന്റെ അവിടെയാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ ഞാൻ ആ കീ ജനറേഷന്റെ ഇതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കീ ജനറേഷൻ നോക്കട്ടെ എവിടെയുള്ളത്. ഡൗൺലോഡ് ചെയ്യുന്നു. കീ ജനറേഷൻ കാണുന്നില്ലല്ലോ. ഇതാണോ? ഇതാണ് കീ ജനറേഷന്റെ ഡയഗ്രാം. ഓക്കെ, നിന്റെ അതിനകത്ത് ഞാൻ വരച്ചു വെച്ചിട്ടില്ലേ? സോ അതെടുത്ത് വെച്ചോ. ഈ ഡയഗ്രാം നോക്കുക, എങ്ങനെയാണ് കീ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക. ഈ കീ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിക്ചറിൽ സൈഡിൽ വരച്ച ആ കീ ജനറേഷൻ അൽഗോരിതാണ്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഈ കീ ജനറേഷൻ അൽഗോരിതത്തിലേക്ക് ശരിക്കും 64 ബിറ്റ് ആണ് വരുന്നത്. കണ്ടോ? കീ വിത്ത് പാരിറ്റി ബിറ്റ് 64 ബിറ്റ്. എന്നിട്ട് അവിടെ എന്താ ആദ്യം സംഭവിക്കുന്നത്? പാരിറ്റി ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണ് നടക്കുന്നത്. അതായത് ഈ 64 ബിറ്റിന്ന് 8 ബിറ്റ് അവിടെ കളയും. എന്നിട്ട് 56 ബിറ്റ് മാത്രമേ ഈ റൗണ്ട് കീ ജനറേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. എന്നിട്ട് ഈ 56ന് എന്താ ചെയ്യുന്നത്? അതിന്റെ രണ്ട് പാർട്ടാക്കിയിട്ട് ഒരു 28 ബിറ്റ് ഇപ്പുറത്തെ വശത്തും ഒരു 28 ബിറ്റ് റൈറ്റിലേക്കും പോകുന്നു കാണാം. എന്നിട്ട് ഈ 28 ബിറ്റിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നടത്തും. ഇത് ഞാനൊന്ന് പറഞ്ഞല്ലടാ ക്ലാസ്സില്. അപ്പൊ നിനക്ക് മനസ്സിലായതല്ലേ? അപ്പൊ ഇത് വീണ്ടും പറയണ്ടല്ലോ. നമ്മളന്ന് പിന്നെ ക്ലാസ് എടുത്തപ്പോ എവിടം വരെ ഞാൻ പറഞ്ഞതാ? എനിക്ക് ഒന്ന് ഈ കീ ജനറേറ്റർ വരെ പറഞ്ഞാ ഇനി അത് പറയണ്ടല്ലോ. പിന്നെ അവലാഞ്ചെ എഫക്റ്റും കംപ്ലീറ്റ്നെസ് എഫക്റ്റും പറഞ്ഞിരുന്നോ? അതെനിക്ക് ഓർമ്മയില്ല. കീ ജനറേഷൻ വരെ എന്തായാലും പറഞ്ഞതാ, വീണ്ടും പറയണ്ട. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നേ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത എന്താണ്? അടുത്തത് പിന്നെ വരുന്നത് ഡി എസ് അനാലിസിസ് ആണ്. നിന്റെ നോട്ട് എടുത്ത് നീ നോക്ക് കേട്ടെ. ഡി എസ് അനാലിസിസ് ഞാൻ അത് എടുക്കാം. ഇതിനകത്തത് എന്തോ നോക്കട്ടെ. ഇപ്പൊ ഇത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നേ. ഡി എസ് അനാലിസിസ്. ഇതിനകത്ത് ഡി എസ് അനാലിസിസ് എന്ന് പറയുന്ന പേജ് എടുക്കട്ടെ. ഈ കീ ജനറേഷൻ കണ്ട ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പാരിറ്റി ഡ്രോപ്പ്, ഷിഫ്റ്റ് ലെഫ്റ്റ്, അതെല്ലാം അതേപോലെ പഠിക്കുക. ഡയഗ്രം കൂടെ വരയ്ക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡി എസ് അനാലിസിസ്. ഡി എസ് അനാലിസിസ് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഡി എസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡി എസിന്റെ സെക്യൂരിറ്റി എങ്ങനെയാ നോക്കുന്നതാണ് ഡി എസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നത് ഡി എസ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഡി എസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല് ഡി എസിന് രണ്ട് ഡിസൈഡ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഡി എസിന് മാത്രമല്ല ഏതൊരു സൈഫർ ടെക്നിക്കിനും ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ആവശ്യം. അതാണ് അവലാൻഷെ എഫക്റ്റും കംപ്ലീറ്റ്നെസ് എഫക്റ്റും. സോ അവലാൻഷെ എഫക്റ്റ് എന്ന് പറഞ്ഞാല് സ്മോൾ ചേഞ്ച് ഇൻ ദ പ്ലെയിൻ ടെക്സ്റ്റ് ഓർ കീ ഷുഡ് ക്രിയേറ്റ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ സൈഫർ ടെക്സ്റ്റ്. അതായത് നമ്മുടെ കീയിലോ പ്ലെയിൻ ടെക്സ്റ്റിലോ ചെറിയൊരു മാറ്റം ഉണ്ടായപ്പോൾ സൈഫർ ടെക്സ്റ്റിൽ വലിയ മാറ്റം കാണും. അതായത് ഇപ്പൊ ഹായ് എന്നാണ് പ്ലെയിൻ ടെക്സ്റ്റ് എങ്കിൽ അതിന്റെ സൈഫർ ടെക്സ്റ്റും ഹലോ എന്നാണ് പ്ലെയിൻ ടെക്സ്റ്റ് എങ്കിൽ അതിന്റെ സൈഫർ ടെക്സ്റ്റും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കണം. അത് ആണ് ഒരു ക്രിപ്റ്റോഗ്രഫിയുടെ സെക്യൂരിറ്റി തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. സോ ഡി എസിനെ സംബന്ധിച്ച് അത് 50%-ന് മുകളിലുണ്ട്. സോ അത് കാരണം കൊണ്ട് ഡി എസ് അത്യാവശ്യം സെക്യൂർ ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് കംപ്ലീറ്റ്നെസ് എഫക്ട്. കംപ്ലീറ്റ്നെസ് എഫക്ട് എന്താ? ഈച്ച് ബിറ്റ് ഓഫ് ദ സൈഫർ ടെക്സ്റ്റ് നീഡ്സ് ടു ഡിപ്പെൻഡ് ഓൺ മെനി ബിറ്റ്സ് ഓൺ ദ പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് സൈഫർ ടെക്സ്റ്റിന്റെ ഓരോ ബിറ്റും പ്ലെയിൻ ടെക്സ്റ്റിലെ ഒരുപാട് ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അതാണ് എന്ത് പറയുന്നത്? കംപ്ലീറ്റ്നെസ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോ നമ്മൾ ഡി എസിൽ ഇതൊക്കെ കിട്ടും. കാരണം എന്താ? ഡി എസിൽ കുറെ 28 ബിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റും പിന്നെ ഓരോ 16 റൗണ്ടിലും വീണ്ടും വീണ്ടും മിക്സപ്പ് ചെയ്തിട്ടല്ലേ പോകുന്നത്. സോ ആ ഒരു എഫക്റ്റ് ഒക്കെ അവിടെ പോസിബിൾ ആണ്. അതിനാണ് ഡിഫ്യൂഷൻ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അത് ലാസ്റ്റ് വരുന്നുണ്ട് നോട്ടിന്റെ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കേണ്ടത് ഡി എസിന്റെ വീക്ക്നെസിനെ കുറിച്ചാണ്. ഡി എസ് വീക്ക്നെസ്. അപ്പൊ അതിനകത്ത് ഡി എസിന്റെ വീക്ക്നെസ്സിൽ രണ്ട് തരത്തിലുള്ള വീക്ക്നെസ് ആണ് ഉള്ളത്. ഒന്ന് വീക്ക്നെസ് ഇൻ സൈഫർ ഡിസൈൻ. സൈഫർ ഡിസൈനിൽ ചെറിയ വീക്ക്നെസ് ഉണ്ട്. ആ ഡിസൈനിലെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എസ് ബോക്സിലും ഡി ബോക്സിലുമാണ് പ്രശ്നം. സോ എസ് ബോക്സിന്റെ ഇതിനകത്ത് പറയുന്നത് ലാസ്റ്റ് 3 ബിറ്റ്സ് ക്യാൻ ബി ഡിറൈവ്ഡ് ഇൻ ദ സെയിം വേ ആസ് ദ ഫസ്റ്റ് ഔട്ട്പുട്ട് ബിറ്റ് ബൈ കോംപ്ലിമെന്റിംഗ് സം ഓഫ് ഇൻപുട്ട് ബിറ്റ്സ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. എസ് ബോക്സിന്റെ ഡിസൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡി ബോക്സിലും പ്രശ്നമുണ്ട്. നോ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഇൻ യൂസിങ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പെർമ്യൂട്ടേഷൻ.
In the expansion permutation, the first and fourth bit of the every 4-bit series are repeated എന്നാണ് പറയുന്നത്. സോ അത് രണ്ടും പഠിച്ചു. എസ് ബോക്സിലും പ്രശ്നമുണ്ട്, ഡി ബോക്സിലും പ്രശ്നമുണ്ട്. അടുത്തത് വീക്ക്നെസ് ഇൻ സൈഫർ കീ ആണ്. അതായത് ഡി എസിന് രണ്ട് തരത്തിലുള്ള വീക്ക്നെസ് ആണുള്ളത്. ഒന്ന് വീക്ക്നെസ് ഇൻ ഡിസൈൻ ആണ്, ദെൻ രണ്ടാമത് വീക്ക്നെസ് ഇൻ സൈഫർ കീ ആണ്. സൈഫർ കീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കീന്റെ സൈസ് കുറവാണ്. അതായത് ഡി എസിന്റെ സൈസ് 56 ബിറ്റ്സ് ആണ്. സോ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്. അതായത് വെറുതെ ഇങ്ങനെ കീ ഇങ്ങനെ നമ്മൾ ഗസ് ചെയ്തിട്ട് ഓരോരോ കീ ആയി മാറ്റി മാറ്റി നോക്കുക എന്നുള്ളത്. സോ ഇവിടെ 56 ബിറ്റ് കീക്ക് ഉപയോഗിക്കുന്നുള്ളൂ. സോ എത്ര ടോട്ടൽ കോമ്പിനേഷൻ ഓഫ് കീ വരും? 256 നമ്പർ ഓഫ് കോമ്പിനേഷൻ വരും കീക്ക്. അപ്പൊ ഈ 256 കീയും 1 by 1 ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരുടെ സെക്യൂരിറ്റി പൊളിക്കാൻ പറ്റും. സോ എന്താ വേണ്ടത്? കീ സൈസ് കൂടിയാൽ നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സിന്റെ സാധ്യത കുറയും. അപ്പൊ ഡി എസിനെ സംബന്ധിച്ച് 56 ബിറ്റ് ഒന്നും വലിയൊരു സൈസ് അല്ല. സോ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഡി എസിൽ കുറച്ച് വീക്ക് കീസ് ഉണ്ട്. അതായത് ഒരു 4 കീ 250, അതായത് മൊത്തം 256 കീ ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളിടത്ത് 256 ആണ്. സോ ആ 256 എത്ര എണ്ണം? 4 കീകളെ വീക്ക് കീ എന്ന് പറയും. എന്താന്ന് വെച്ചാല് a weak key is one that after parity drop operation consists of either of all zeros or all ones. അതായത് ഈ 56 ബിറ്റില് എല്ലാം 0 വരുന്ന ഒരു നമ്പർ ഉണ്ടാവും, എല്ലാം 1 വരുന്ന ഒരു നമ്പർ ഉണ്ടാവും. ആദ്യത്തെ പകുതി 0യും രണ്ടാമത്തെ പകുതി 1ഉം വരുന്ന ഒരു നമ്പർ ഉണ്ടാവും. അതേപോലെ തന്നെ ആദ്യത്തെ പകുതി 1ഉം രണ്ടാമത്തെ പകുതി 0യും വരുന്ന ഒരു നമ്പർ ഉണ്ടാവും. അങ്ങനത്തെ ഈ 4 കീ എന്ന് പറയുന്നത് വീക്ക് കീ ആണ്. സോ ഈ 4 കീ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ്? പ്രശ്നമാണ്. അതായത് 4 ഉപയോഗിച്ചാൽ അവിടെ വരുന്ന നമുക്ക് 16 ബിറ്റ് 16 ടൈപ്പ് കീ ഒന്നും കിട്ടൂല. 16 റൗണ്ടിൽ നമുക്ക് 16 കീ കിട്ടണ്ടേ? പക്ഷെ ഈ 4 കീ ഉപയോഗിച്ചാൽ നമുക്ക് ആകെ 2 കീയെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഡി എസിന് 16 റൗണ്ടുകളുണ്ട്, 16 തരം കീ ഓരോ റൗണ്ടിലും വേണം. പക്ഷെ ഈ വീക്ക് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് 16 തരം കീ കിട്ടൂല, ഓൺലി 2 തരം കീയെ കിട്ടൂ. ഈ കീ തന്നെ 8 ടൈംസ് ഒരു കീയും പിന്നെ 8 ടൈംസ് അനദർ കീ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷൻ നടക്കുക. സോ അവിടെ എന്താവും? ഡി എസിന്റെ സെക്യൂരിറ്റി കുറയും. ദെൻ അടുത്തത് എന്ന് പറയുന്നത് സെമി വീക്ക് കീ ആണ്. അതായത് സെമി വീക്ക് കീയിൽ എത്ര പേരുണ്ട്? 6 കീനെ സെമി വീക്ക് കീ എന്ന് പറയും. സെമി വീക്ക് കീ എന്ന് പറഞ്ഞാൽ 6 കീ പെയേഴ്സിനെയാണ് സെമി വീക്ക് കീ എന്ന് പറയുന്നത്. ഈ സെമി വീക്കിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് അതിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് ആ കീക്ക് 2 ഡിഫറെന്റ് റൗണ്ട് കീസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ എത്രയായിരുന്നു പറഞ്ഞേ? അതായത് വീക്ക് കീ ആണെങ്കിൽ ആക്ച്വലി ഇത് റൗണ്ട് കീ സെയിം സെയിം പാറ്റേൺ. അതായത് നേരത്തെ അതില്ലേ വീക്ക് കീയില് അല്ല 2 ടൈപ്പ് ഉണ്ടാകുന്നത്. വീക്ക് കീയിൽ എല്ലാം ഒരേപോലെ 16 കീയും ഒരേ ടൈപ്പ് കോമ്പിനേഷൻ ആണ് വീക്ക് കീ ഉപയോഗിച്ചിട്ട് വരിക. പക്ഷെ സെമി വീക്ക് കീയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. അവിടെ എന്താണ്? 2 തരം കീ മാത്രമേ ജനറേറ്റ് ചെയ്യൂ. 16 റൗണ്ടിലേക്കും കൂടി 16 തരം കീ വരൂല, 2 തരം കീ മാത്രമേ വരുള്ളൂ. 8 ടൈംസ് ഒരു കീയും പിന്നെ 8 ടൈംസ് അനദർ കീയും. അതായത് K1 K2 എന്ന് പറഞ്ഞാൽ 2 കീ മാത്രമേ വരൂ. ആദ്യത്തെ 8 റൗണ്ടിൽ ആ K1 തന്നെ വരും, പിന്നത്തെ 8 റൗണ്ടിൽ K2 വരും. അത് സംഭവിക്കുന്നതാണ് നമ്മൾ സെമി വീക്ക് കീ ഉപയോഗിച്ചാൽ. ഇനി അഥവാ അടുത്തത് എന്ന് പറയുന്നത് പോസിബിൾ വീക്ക് കീസ്. അതായത് ഒരു 48 കീനെ പറയുന്ന പേരാണ് പോസിബിൾ വീക്ക് കീ. ഈ 48 കീയിൽ ഏതെങ്കിലും ഒരു കീ ആണ് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് 4 ഡിഫറെന്റ് കീയെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. 16 കീ ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. 4 കീ ജനറേറ്റ് ചെയ്യുമ്പോൾ 4 തവണ റിപ്പീറ്റ് ചെയ്യും. ആദ്യം ഒരു K1 ആണെങ്കിൽ K1 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 ആദ്യത്തെ 4 റൗണ്ടിൽ, പിന്നെ രണ്ടാമത്തെ 4 റൗണ്ട് 8 മുതൽ 4 മുതൽ 5 മുതൽ 8 വരെ ഉള്ള റൗണ്ടിൽ പിന്നെ K2 മൂന്നാമത്തെ കീ വരും. 8 മുതൽ 12 വരെ മൂന്നാമത്തെ കീ വരും. 12 മുതൽ 14 വരെ നാലാമത്തെ കീ വരും. അപ്പോഴും ഡി എസിന്റെ സെക്യൂരിറ്റി കുറയും. ഇനി അടുത്തതാണ് കീ കോംപ്ലിമെന്റ്. കീ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് ഈ 256 എണ്ണം മൊത്തം കീ വരുന്നതിൽ ആദ്യത്തെ കീന്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആയിരിക്കും അടുത്ത കീ. അതായത് കോംപ്ലിമെന്റ് ആയിരിക്കും. ഇപ്പൊ ഒന്നാമത്തെ കീ 11011 ആണ്, കഴിഞ്ഞ നേരെ തിരിച്ച് 1ന്റെ പ്ലേസിൽ 0യും 0ന്റെ പ്ലേസിൽ 1ഉം ആയിട്ട് കോംപ്ലിമെന്റ് ആയിരിക്കും ഇതിന്റെ പകുതി കീയും. അപ്പൊ 256 ട്രയൽ നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താ അറ്റാക്കറിന് 256ന്റെ പകുതി ട്രയൽ മാത്രം നടത്തിയാൽ മതിയാവും. ബാക്കി പകുതി എന്ന് പറയുന്നത് അതിന്റെ തന്നെ കോമ്പിനേഷൻ ആണ് വരിക. സോ അതാണ് കീ കോംപ്ലിമെന്റിന്റെ ഒരു ഇഷ്യൂ. പിന്നെ വരുന്നതാണ് കീ ക്ലസ്റ്ററിങ്. കീ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാല് ചില കേസസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ചില കീകൾ സെയിം സൈഫർ ടെക്സ്റ്റിന് സെയിം പ്ലെയിൻ ടെക്സ്റ്റിന്, അതായത് this refers to a situation in which 2 or more different keys can create the same ciphertext from same key. അതായത് ഹെലോ എന്ന് പറയുന്ന ഒരു സൈഫർ ടെക്സ്റ്റ്,
സോറി ഹലോ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ടെക്സ്റ്റ്, അതിലുണ്ടാകുന്ന ഒരു സൈഫർ ടെക്സ്റ്റ് വെൽക്കം ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു കീ ഉപയോഗിച്ചിട്ട് വെൽക്കം വന്നാല് നമ്മൾ കീ മാറ്റിയാലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പ്ലെയിൻ ടെക്സ്റ്റിന് മറ്റേ ഹലോ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിന് വെൽക്കം തന്നെ സൈഫർ ടെക്സ്റ്റ് വരും. കീ മാറ്റുമ്പോൾ ശരിക്കും മാറണം. കീ മാറുന്നതിനനുസരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റും തമ്മിൽ ചേഞ്ച് ആകും. പക്ഷെ ചില കേസിൽ അത് ചേഞ്ച് ആവില്ല. ആ ചേഞ്ച് ആവാത്ത കേസിനെയാണ് കീ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് സെമി വീക്ക് കീയിലെ ഏതെങ്കിലും കീ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കീ ക്ലസ്റ്ററായി മാറും. സോ ആ ഒരു സിറ്റുവേഷനെയാണ് കീ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്രയാണ് അതിന്റെ ക്രിപ്റ്റ് അനാലിസിസ് വരുന്നത്. പിന്നെ അടുത്തതാണ് മൾട്ടിപ്പിൾ ഡി എസ്. മൾട്ടിപ്പിൾ ഡി എസ് എന്താ? ഇപ്പൊ നമ്മൾ ഡി എസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 56 ബിറ്റ് കീ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡി എസ്. ഈ ഡി എസിന് തന്നെ ഒരു തവണ ഡി എസ് അല്ലാണ്ട് കൂടുതൽ തവണ ഡി എസ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ ഡി എസ് എന്ന് പറയാം. ആക്ച്വലി രണ്ട് മൾട്ടിപ്പിൾ ഡി എസ് ഉണ്ട്. ഒന്ന് ഡബിൾ ഡി എസ്, പിന്നെ ട്രിപ്പിൾ ഡി എസ്. ഡബിൾ ഡി എസിൽ എന്താ വരുന്നത്? ഡബിൾ ഡി എസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ആൻ എൻക്രിപ്ഷൻ ടെക്നിക് വിച്ച് യൂസസ് 2 ഇൻസ്റ്റൻസസ് ഓഫ് ഡി എസ് ഓൺ ദ സെയിം പ്ലെയിൻ ടെക്സ്റ്റ്. ഒരു തവണ ഡി എസ് ചെയ്യും. ഞാൻ പേജ് എടുത്ത് വെച്ചാൽ ഡയഗ്രം നോക്കുക, അന്നേരം മനസ്സിലാവും. ഒരു തവണ ഡി എസ് ചെയ്യും, അതിന്റെ റിസൾട്ടിനെ വീണ്ടും രണ്ടാമത്തെ തവണ ഡി എസ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ഡബിൾ ഡി എസ് എന്ന് പറയുന്നത്. സോ ഒരു ഡയഗ്രം ഇല്ലാതെ ഡി എസ് സൈഫർ ഫസ്റ്റ്, പിന്നെ എന്താണ് പാർഷ്യലി സൈഫർ ടെക്സ്റ്റ് വരും, അതിനെ വീണ്ടും ഡി എസ് സൈഫർ സെക്കൻഡ് രണ്ടാമത് ചെയ്യും. ഈ രണ്ട് തവണ ചെയ്യുമ്പോൾ കീ ഡിഫറെന്റ് ആണ്. ആദ്യത്തേല് K1, പിന്നത്തേല് K2. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സെക്യൂരിറ്റി കിട്ടും. പക്ഷെ ആക്ച്വലി ഡബിൾ ടൈംസിൽ സെക്യൂരിറ്റി കിട്ടൂല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ആദ്യം 256 കീ കൊണ്ട് 56 ബിറ്റ് കീ കൊണ്ട് ചെയ്ത് പിന്നെ വീണ്ടും 56 ബിറ്റ് കീ കൊണ്ട് ചെയ്തോണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഡബിൾ ടി എസിന് 112 കീ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്രയും സെക്യൂരിറ്റി ലെവൽ വരും എന്നാണ് വിചാരിക്കുന്നത്. 2 112 സെക്യൂരിറ്റി ലെവൽ വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് സംഭവിക്കൂല. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ മീറ്റ് ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്. സോ ആ അറ്റാക്ക് കാരണം എന്താണ്? നമുക്ക് ശരിക്കും ഡബിൾ ഡി എസിന് ഡബിൾ സ്ട്രെങ്ത് കിട്ടൂല. ശരിക്കും സിംഗിൾ ഡി എസിനെക്കാളും സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഈ ഡബിൾ ഡി എസിൽ കിട്ടുന്നുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്താണ് ട്രിപ്പിൾ ഡി എസ്. ട്രിപ്പിൾ ഡി എസിൽ എന്താ? ട്രിപ്പിൾ ഡി എസിൽ 3 തവണ ഡി എസ് ചെയ്യും. ആദ്യം ഒരു തവണ ചെയ്യും, എന്നിട്ട് കിട്ടുന്ന ടെക്സ്റ്റിന് രണ്ടാമത് ചെയ്യും, പിന്നെ മൂന്നാമത് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആദ്യത്തെ ആ ഡയഗ്രം ഒന്ന് നോക്കിക്കോ. ആദ്യത്തെ ഡി എസ് സൈഫർ ഫസ്റ്റ് എന്ന് കാണാം. അതിൽ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് വരും, ഡി എസിന്റെ ഉള്ളിൽ കയറും. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിന് രണ്ടാമത് ഡി എസ് റിവേഴ്സ് സൈഫർ ആണ് ചെയ്യുന്നത്. അതായത് ഡീക്രിപ്ഷൻ ആണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് എൻക്രിപ്ഷൻ, രണ്ടാമത് ചെയ്യുന്നത് ഡീക്രിപ്ഷൻ, മൂന്നാമത് ചെയ്യുന്നത് എൻക്രിപ്ഷൻ. പക്ഷേ ഓരോന്നിലും ഡിഫറെന്റ് കീ ആണ്. അപ്പൊ ആദ്യം എൻക്രിപ്ഷൻ ചെയ്താല് രണ്ടാമത് ഡീക്രിപ്ഷൻ ചെയ്താൽ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടണ്ടേ? സെയിം കീ ആണെങ്കിൽ അങ്ങനെയാ സംഭവിക്കുക. പക്ഷേ ഇവിടെ 3 ഡിഫറെന്റ് കീ ആയതുകൊണ്ട് എന്താണ്, നമുക്ക് റിവേഴ്സ് സൈഫർ ചെയ്താലും പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടൂല. അപ്പം ട്രിപ്പിൾ ഡി എസ് പറയുമ്പോൾ എപ്പോഴും പറയണമെന്ത്? എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, എൻക്രിപ്ഷൻ എന്നുള്ള രീതിയിലാണ് ട്രിപ്പിൾ ഡി എസ് വരുന്നത്. ഇവിടെയും അതേ പ്രശ്നം, അതായത് മീറ്റ് ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞ അറ്റാക്ക് ഇവിടെയും സംഭവിക്കും. അതുകൊണ്ട് ഡി എസിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 56+56+56 168 ബിറ്റിന്റെ സെക്യൂരിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി 2 168 നമുക്ക് കിട്ടൂല, 2 112 മാത്രമേ കിട്ടുള്ളൂ. സോ കുറച്ചും കൂടെ, അതായത് ഡബിൾ ഡി എസിനെക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ് ട്രിപ്പിൾ ഡി എസ്. പക്ഷെ 3 ടൈംസ് ശക്തി കിട്ടൂല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സെക്യൂരിറ്റി ഓഫ് ഡി എസ് ആണ്. അതായത് ഇപ്പൊ ഡി എസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതിന്റെ അനാലിസിസ് ഒക്കെ പറഞ്ഞു. ഇനിയിപ്പം ഡി എസിന്റെ സെക്യൂരിറ്റി എത്രമാത്രം ഉണ്ട്, അതായത് ഡി എസ് ഏതെല്ലാം അറ്റാക്കിന് വൾണറബിൾ ആണ്. ഒന്നാമത്തത് നമ്മൾ നോക്കുന്നത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന് ഡി എസ് വൾണറബിൾ ആണോ? ആണ്. കാരണം ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ കീ ഗസ് ചെയ്തിട്ട് ഓരോന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുക. അപ്പൊ ടോട്ടൽ 2 156 കീകൾ ഉണ്ടാവും. അപ്പൊ ഓരോ കീയും വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നതിനെയാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ്. ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാല് അതും ശരിക്കും സംതിങ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് പോലത്തെ തന്നെ സംഭവമാണ് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസും വരുന്നത്. അതായത് ഇതേപോലെ ഗസ് ചെയ്തിട്ട് നമ്മൾ കീ ഗസ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും, എന്നിട്ട് ഒരു കീ ഗസ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന സംഭവം തന്നെയാണ് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ്. അപ്പോ ഓക്കെ, അപ്പൊ ഡി എസ് എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ്? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിനും വൾണറബിൾ ആണ്, ലീനിയർ ക്രിപ്റ്റ് അനാലിസിനും വൾണറബിൾ ആണ്. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിന് വൾണറബിൾ ആണോ? ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാല് എന്താ സംഭവം എന്ന് വിചാരിച്ചാല് നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഗസ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും.
എന്നിട്ട് അതിന്റെ സൈഫർ ടെക്സ്റ്റ് എന്താന്ന് കണ്ടുപിടിക്കും. രണ്ടാമത്തെ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും, അതിന്റെ സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കും. മൂന്നാമത്തെ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും, അതിന്റെ സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കും. അങ്ങനെ ഒരുപാട് പ്ലെയിൻ ടെക്സ്റ്റും ഒരുപാട് സൈഫർ ടെക്സ്റ്റും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും തമ്മിൽ അനാലിസിസ് ചെയ്യും. ഇതിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കീ കണ്ടെത്തുന്നതിനെയാണ് ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷെ ഡി എസ് ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിന് റെസിസ്റ്റന്റ് ആണ്. ഡി എസിൽ ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ് നടക്കൂല, പക്ഷെ ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ് നടക്കും. ഓക്കെ, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കും നടക്കും. സോ ഡി എസിന്റെ സെക്യൂരിറ്റി പറയുമ്പോൾ മൂന്ന് കാര്യം പറയണ്ടേ. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന് വൾണറബിൾ ആണ്, ലീനിയർ ക്രിപ്റ്റ് അനാലിസിന് വൾണറബിൾ ആണ്. പക്ഷേ എന്തിന് വൾണറബിൾ അല്ല? നമ്മുടെ ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിന് വൾണറബിൾ അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഡി എസിന്റെ സെക്യൂരിറ്റി. ഇനി നമ്മുടെ ഡി എസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. അതായത് ആദ്യം നമ്മൾ ഇത്ര സമയം പഠിച്ച എന്താണ്? സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആണ്. സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് ഡി എസ്. അതാണ് ഇത്ര സമയം നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്രിപ്റ്റോ സിസ്റ്റം ഉണ്ടല്ലോ, പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം, അല്ലെങ്കിൽ അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. അനന്തര പേരാണ് അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. സോ ഇവിടെ എന്താ സംഭവം? ഇവിടെ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്ന കീയും ഡീക്രിപ്ഷൻ ഉപയോഗിക്കുന്ന കീയും ഡിഫറെന്റ് ആണ്. അതായത് ഇവിടെ ആക്ച്വലി രണ്ട് കീ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പബ്ലിക് കീ ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രൈവറ്റ് കീ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും, അതായത് സെൻഡറിന്റെ സൈഡിലും പബ്ലിക് കീയും പ്രൈവറ്റ് കീ ഉപയോഗിക്കും, റിസീവറിന്റെ സൈഡിലും പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് പബ്ലിക് കീ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ജസ്റ്റ് വായിച്ചു നോക്കുക. ഡിഫറെന്റ് കീസ് ആർ യൂസ്ഡ്. പിന്നെ ഈച്ച് റിസീവർ പൊസസ്സസ് എ യുണീക്ക് ഡിസ്ക്രിപ്ഷൻ കീ ജനറലി റെഫർ ടു ആസ് പ്രൈവറ്റ് കീ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, പബ്ലിക് കീ ഉണ്ടാവും. പ്രൈവറ്റ് കീ എല്ലാവരും പ്രൈവറ്റ് ആയി സൂക്ഷിക്കണം. പബ്ലിക് കീ ഇങ്ങനെ പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന കീ ആണ്. പിന്നെ ഇനി അവിടെ പബ്ലിക് കീ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാവും? അവിടെ എൻക്രിപ്ഷൻ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മളിപ്പം പഠിച്ച എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ. ഡി എസ് ചെയ്ത പോലെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷന് വേണ്ടിയിട്ട് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഉപയോഗിക്കും. രണ്ടാമത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കും. മൂന്നാമത്തത് കീ എക്സ്ചേഞ്ച്, അതായത് ഈ സെഷൻ കീസ് ഉണ്ടാവും. അതായത് എവിടെയെങ്കിലും ഒരു ഇപ്പൊ ഗൂഗിൾ മീറ്റിൽ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യൂലേ, ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ, അതിനെയാണ് കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഓരോ സെഷന് വേണ്ടിയിട്ടുള്ള കീ എക്സ്ചേഞ്ച് ചെയ്യാനും ഇവിടെ ഉപയോഗിക്കുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയാണ്. ശരിക്കും നമ്മൾ ഗൂഗിൾ മീറ്റും സൂം ഒക്കെ നടത്തുമ്പോൾ ആ കീ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത് പബ്ലിക് കീ എൻക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കേണ്ട മെയിൻ ആയിട്ട് എന്താണ്? നമ്മുടെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഏതാണ്? അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് RSA അൽഗോരിതം. അതായത് സിമെട്രിക് കീ അൽഗോരിതത്തിന്റെ എക്സാമ്പിൾ DSA ആയിരുന്നല്ലോ. ഇവിടെ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിന്റെ എക്സാമ്പിൾ ആണ് RSA അൽഗോരിതം. പിന്നെ അത് കൂടാതെ രണ്ട് മൂന്ന് പേര് ഇവിടെ ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച്, കുറച്ച് പേരുകളുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം? പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യുന്ന ഗോൾസ് ഏതൊക്കെയാണെന്നാണ്. ബേസിക് ടു പ്രിൻസിപ്പിൾസ് ഓഫ് എനി ക്രിപ്റ്റോ സിസ്റ്റം ആർ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഒതന്റിക്കേഷൻ. അറിയാലോ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡേറ്റ വേറൊരാൾ വായിക്കാൻ പാടില്ല. സോ അത് ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒതന്റിക്കേഷൻ. ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അയച്ച ആള് ഇന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ അയച്ചതാണെങ്കിൽ ഞാൻ തന്നെയാണെന്ന് ഉറപ്പുവരുന്നതാണ് ഒതന്റിക്കേഷൻ. അതും നമുക്ക് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ചോദ്യം വരാം, പ്രിൻസിപ്പിൾസ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഉറപ്പുവരുത്തുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, പിന്നെ അടുത്തത് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിന്റെ ഇതൊക്കെ പറയുന്നുണ്ട് അവിടെ, എന്ത് ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി അടുത്തത് എനി പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ഹാസ് 6 എലമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. അതൊന്നുമില്ല, ഏതൊരു സിസ്റ്റത്തിലുള്ള അതേപോലെ. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം ഉണ്ടാവും, ഒരു പബ്ലിക് കീ ഉണ്ടാവും, പ്രൈവറ്റ് കീ ഉണ്ടാവും, അതേപോലെ സൈഫർ ടെക്സ്റ്റ് ഉണ്ടാവും, ഡീക്രിപ്ഷൻ അൽഗോരിതം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്രിപ്റ്റോഗ്രഫിയിൽ ഉണ്ടാവുക. അതിന്റെ സ്റ്റെപ്സ് എന്താന്ന് വെച്ചാല് ഈച്ച് യൂസർ ഹാസ് ടു ജനറേറ്റ് കീ പെയർ. അതായത് എല്ലാവർക്കും രണ്ട് കീ ഉണ്ടാവും, ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യും? ആക്ച്വലി നമ്മൾ ആലീസ് ബോബിന് ഡാറ്റ സെൻഡ് ചെയ്യുന്നതായിട്ടാണ് പറയാം. സോ ഈ ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിൽ ആലീസ് ഒരു മെയില് ബോബിന് സെൻഡ് ചെയ്യണമെങ്കിൽ ആലീസിന്റെ മെയില് ബോബിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. മനസ്സിലായ? റിസീവറിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുക. എന്നിട്ട് അയക്കും. റിസീവർ സൈഡിൽ നിന്ന് ബോബ് എന്ത് ചെയ്യും? ബോബിന്റെ തന്നെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യും.
ഇതാണ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെൻഡർ റിസീവറിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യും, എന്നിട്ട് സെൻഡ് ചെയ്യും. റിസീവർ സൈഡിൽ നിന്ന് റിസീവർ അവന്റെ തന്നെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ആപ്ലിക്കേഷൻസ്. എന്താണ് എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, ഡീറ്റെയിൽ സിഗ്നേച്ചർ, കീ എക്സ്ചേഞ്ച്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത്, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ കാണുന്നില്ലേ, എം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പ്ലെയിൻ ടെക്സ്റ്റിന് എം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സൈഫർ ടെക്സ്റ്റ് അല്ലേ വേണ്ടത്. ഇപ്പൊ സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സി ഈക്വൽ ടു ഇ ഓഫ് എന്നാണ്. അതെന്താണ്? സി എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ്, അത് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ഓഫ് പബ്ലിക് കീ ഓഫ് ദ ബോബ് മെസ്സേജ്. അതായത് റിസീവറിന്റെ പബ്ലിക് കീനെ മെസ്സേജും വെച്ചിട്ട് എൻക്രിപ്ഷൻ ചെയ്തിട്ടാണ് അയക്കുക. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം. ഇത് തിരിച്ച് റിസീവറിന്റെ സൈഡിൽ നിന്ന് എങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുക? എം ആണ് പ്ലെയിൻ ടെക്സ്റ്റ്, ഓർ പി എന്നും പറയും. അപ്പൊ എം ഈക്വൽ ടു ഡീക്രിപ്ഷൻ ഓഫ് പ്രൈവറ്റ് കീ ഓഫ് ബോബ് സി. അതായത് പ്രൈവറ്റ് കീ ഓഫ് ബോബിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജിനെ തിരിച്ചു കിട്ടുക എന്നുള്ള മാത്തമാറ്റിക്കലി നൊട്ടേറ്റ് ചെയ്തതാണ് ആ സി ഈക്വൽ ടു എം ഈക്വൽ ടു എന്നുള്ള. ജസ്റ്റ് കേൾക്കുക, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ. ഇനി അടുത്തത് ഇത്രയും നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞു. ഇനി വരുന്നത് ശരിക്കും പബ്ലിക് കീ ക്രിപ്റ്റ് അനാലിസിസ്. അതും പബ്ലിക് കീ ക്രിപ്റ്റ് അനാലിസിസ്, അതായത് ഈ ക്രിപ്റ്റ് അനാലിസിസ് ഏതെല്ലാം അറ്റാക്കിന് എപ്പോഴും ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ക്രിപ്റ്റോഗ്രഫി ബ്രേക്ക് ചെയ്യുന്ന ടെക്നിക്കാണ്. സോ ഇവിടെ ഈ ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ബ്രേക്ക് ചെയ്യപ്പെടുക ഏതെല്ലാം അറ്റാക്ക് വഴിയാണ് എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. എന്താ പറയുന്നത്? പബ്ലിക് കീ എൻക്രിപ്ഷൻ ഇസ് വൾണറബിൾ ടു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. സോ ഇവിടെയും ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന് സാധ്യതയുണ്ട്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് കുറക്കണേ നമ്മൾ എന്ത് വേണം? കീന്റെ സൈസ് കൂട്ടണം. സോ കീന്റെ സൈസ് കൂട്ടുമ്പോൾ എന്താവും? അത്രയും നമ്പർ ഓഫ് കീസ് വരും. അന്നേരം ഇവർക്ക് ട്രയൽ ആൻഡ് എററിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് മാത്രമേ അവിടെ ഇതുള്ളൂ. പിന്നെ വേറൊരു അറ്റാക്ക് ഇവിടെ വരുന്നതാണ് മെസ്സേജ് അറ്റാക്ക്. മെസ്സേജ് അറ്റാക്ക് എന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്, അന്നേരം പറയാം. ഓക്കെ. ഇനി RSA അൽഗോരിതം, അതായത് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ DS പറഞ്ഞ പോലെ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിലുള്ള ഒരു അൽഗോരിതമാണ് RSA അൽഗോരിതം. ഈ RSA അൽഗോരിതം എന്ന് പറഞ്ഞാൽ 1978 3 ഇൻവെന്റേഴ്സ് ആണ് ഉള്ളത്. ഇതിന് റിവസ്റ്റ്, ഷമീർ ആൻഡ് അഡൽമാൻ എന്ന് പറഞ്ഞ 3 ആൾക്കാർ കൂടിയിട്ടാണ് RSA പബ്ലിക് കീ അൽഗോരിതം കണ്ടുപിടിച്ചത്. സോ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻഡറിനായാലും റിസീവറിനായാലും 2 കീ ഉണ്ടാവും. പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അയക്കുന്നത് സെയിം പ്രോസസ് ആണ്. സി ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ്, അതായത് അയക്കുന്നത് മെസ്സേജിന്റെ കൂടെ റിസീവറിന്റെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കും. റിസീവറിന്റെ സൈഡിൽ നിന്ന് മെസ്സേജിനെ റിസീവറിന്റെ തന്നെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. പി എന്താ, സി എന്താ, ഇ എന്താന്നുള്ള ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. എന്താ അഡ്വാൻറ്റേജ്? RSA is stronger than any other symmetric algorithm ആണ്. RSA has overcome the weakness of a symmetric algorithm. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് RSA has much computation. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി അടുത്ത വന്നിട്ട് RSAയിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? RSAന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, RSAയിൽ നമ്മൾ രണ്ട് എക്സ്പൊണൻസ് കണ്ടുപിടിക്കും, ഒരു ഇയും ഡിയും. ഓക്കെ. അപ്പൊ പി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം അതിനകത്ത് നിന്ന് ഇയും ഡിയും കണ്ടുപിടിക്കും. അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ താഴെ പറയും. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സൈഫർ ടെക്സ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ പി റേസ് ടു ഇ മോഡ് എൻ എന്താന്ന് പറയും. അതേപോലെ പ്ലെയിൻ ടെക്സ്റ്റ് ഡീക്രിപ്ഷൻ ചെയ്തെടുക്കേണ്ടത് പി ഈക്വൽ ടു സി റേസ് ടു ഡി മോഡ് എൻ. ഈ രണ്ട് ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുക. സോ അതിന്റെ അൽഗോരിതം ഈ ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം കണ്ടുപിടിക്കുക. അത് നിർബന്ധമായിട്ടും പഠിക്കണം. 1 2 3 4 5 എന്നിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് RSA അൽഗോരിതത്തിന്റെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? വായിച്ചത്. സെലക്ട് P and Q where both P and Q are large റാൻഡം പ്രൈം നമ്പേഴ്സ് ആൻഡ് P നോട്ട് ഈക്വൽ ടു Q. അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു വലിയ 2 പ്രൈം നമ്പർ എടുക്കുക, പിയും ക്യൂയും. ഏതെങ്കിലും വലിയ 2 പ്രൈം നമ്പർ. തൽക്കാലം നമ്മൾ എക്സാമ്പിളിന് എളുപ്പത്തിന് 2 ചെറുതെടുക്കും, 5 എന്നുള്ള പോലെ പിയും ക്യൂ എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ N എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കുക. N എന്താണ്? P ഇൻറ്റു ക്യൂ, അതാണ് N. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ φ ഓഫ് n എന്ന് പറഞ്ഞൊരു വാല്യൂ കണ്ടുപിടിക്കണം. φ ഓഫ് n എന്ന് പറഞ്ഞാൽ P-1 ഇൻറ്റു Q-1. പിയും ക്യൂവും അറിയാമെങ്കിൽ നമുക്ക് P-1 Q-1 ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ φ ഓഫ് 1 കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ E എന്ന് പറയുന്ന ഒരു വേരിയബിൾ കണ്ടുപിടിക്കണം. E എന്ന് പറയുന്ന ഒരു എക്സ്പൊണന്റ് കണ്ടുപിടിക്കണം. ആ E എങ്ങനെയായിരിക്കണം? E എന്ന് പറയുന്നത്
ശരിക്കും ഈ നേരത്തെ പറഞ്ഞ 1 ഫൈവ് ഓഫ് എൻ ഇടയിലുള്ള നമ്പറും ആയിരിക്കണം GCD ഓഫ് ഫൈവ് ഓഫ് എൻ ഇ ഈക്വൽ ടു 1 ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ഈ 1 ഫൈവ് ഓഫ് എന്നിന്റെ ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം പ്ലസ് GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD ഓഫ് ഫൈവ് ഓഫ് എൻ ഇ ഷുഡ് ബി ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇ നമ്മൾ കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പിൽ, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡി കണ്ടുപിടിക്കുക. ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഡി ഈക്വൽ ടു ഇ ഇൻവേഴ്സ് മോഡ് ഫൈവ് ഓഫ് എൻ. അതാണ് ഫോർമുല. ഇപ്പം കണ്ടുപിടിച്ച ഇ ഉണ്ടല്ലോ, ഈ ഇൻവേഴ്സ് മോഡ് ഫൈവ് ഓഫ് എൻ നേരത്തെ കണ്ടുപിടിച്ചത്, അത് ഉപയോഗിച്ച് നമ്മൾ ഡിയും കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഡിയും കിട്ടി, ഇയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പബ്ലിക് കീ എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് കീ എന്ന് പറയുന്നത് പി യു ഈക്വൽ ടു ഇ കൊമ എൻ ആണ്. ഇ കൊമ എൻ ആണ്. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഡി കൊമ എൻ ആണ്. അപ്പൊ നമുക്ക് പബ്ലിക് കീയും കിട്ടി, പ്രൈവറ്റ് കീയും കിട്ടി. ഈ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും കിട്ടിയാൽ പ്ലെയിൻ ടെക്സ്റ്റ് എങ്ങനെയാണ് സൈഫർ ടെക്സ്റ്റ് ആക്കുക? സി ഈക്വൽ ടു എം റേസ് ടു ഇ മോഡ് എൻ. തിരിച്ച് റിവേഴ്സ് പ്ലെയിൻ ടെക്സ്റ്റ് എങ്ങനെയാക്കും? സി ഈക്വൽ ടു സി റേസ് ടു ഡി മോഡ് എൻ. ഇതാണ് RSA അൽഗോരിതം. സോ RSA അൽഗോരിതം കണ്ടുപിടിച്ച മൂന്നാളാന്ന് പറയാ. സോ അതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ഈ 1 2 3 എന്ന് പറഞ്ഞിട്ട് പറയാ. അതിന്റെ അവസാനം നമ്മൾ ഇയും ഡിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കീ ഏതാ, പബ്ലിക് കീ ഏതാന്ന് പറയാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കും, എങ്ങനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിക്കും എന്നുള്ള ഈ ഫോർമുലയും കൂടി പറഞ്ഞാൽ RSA അൽഗോരിതം ആയി. അത് ഇന്നത്തെ പ്രോബ്ലം ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, അൽഗോരിതം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോൾവ് പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി ഓഫ് RSA. ഏതൊരു അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാലും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ അൽഗോരിതത്തിന്റെ സെക്യൂരിറ്റി ആണ്. സോ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറ്റാക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. എന്താണ്? എല്ലാ കീയും ഗസ് ചെയ്തിട്ട് ആ കീ വെച്ചിട്ട് ട്രൈ ചെയ്യാം. ആ ഒരു പരിപാടി ആണ് ഒന്നാമത്തെ പരിപാടി. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പോസിബിൾ ആക്കാം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ അറ്റാക്കാണ് ഫാക്ടറൈസേഷൻ അറ്റാക്ക്. ഫാക്ടറൈസേഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ RSAയിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? രണ്ട് ലാർജ് പ്രൈം നമ്പർ ആണ് പിയും ക്യൂവും, അല്ലെ? നമ്മൾ N ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. സോ നമുക്ക് N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രൈവറ്റ് കീന്റെ കൂടിയും പബ്ലിക് കീന്റെ കൂടിയുള്ള പാരാമീറ്റർ ആണ്, അല്ലെ? RSAയിലെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഇ കൊമ എൻ, സോറി ഡി കൊമ എൻ, പബ്ലിക് കീ എന്ന് പറയുന്നത് ഇ കൊമ എൻ. സോ N എല്ലാവർക്കും കിട്ടും. സോ N കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പിയും ക്യൂവും കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ പിയും ക്യൂവും 3യും 5ഉം ആണെന്ന് വിചാരിക്കുക. N എന്താ? 15 ആണ്. സോ 15 എല്ലാവർക്കും അറിയെങ്കിൽ അതിന്റെ ഫാക്ടർ 3യും 5ഉം ആണ് ഈസിലി നമുക്ക് കണ്ടുപിടിച്ചൂടെ? 15ന്റെ ഫാക്ടേഴ്സ് അതല്ല വരിക? 1ഉം 15ഉം 3യും 5ഉം. സോ 1ഉം 15ഉം എന്തായാലും ആവില്ല, അപ്പം 3യും 5ഉം ആയിരിക്കും നമുക്ക് തീരുമാനിക്കാമല്ലോ. സോ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താവും? പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അൽഗോരിതം പൊളിക്കാൻ പറ്റും. സോ ആ ഒരു അറ്റാക്കിനെയാണ് ഫാക്ടറൈസേഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഈ അറ്റാക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പ്രൈം നമ്പർ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. വലിയ പ്രൈം നമ്പർ ഉപയോഗിച്ചാൽ നമുക്ക് ഫാക്ടേഴ്സ് കുറേ ഉണ്ടാവും, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. സോ അതാണ് ഫാക്ടറൈസേഷൻ അറ്റാക്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താന്ന് വെച്ചാല് ചൂസൺ സൈഫർ ടെക്സ്റ്റ് അറ്റാക്ക് ആണ്. ചൂസൺ സൈഫർ ടെക്സ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ഇത് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാ. സോ ഇങ്ങനെയൊന്നും പഠിക്കണ്ട. ഇതിനകത്ത് എന്താ സംഭവം എന്ന് വിചാരിച്ചാല് ആലീസ് ബോബിനൊരു മെസ്സേജ് അയക്കും. ഓക്കെ, ആലീസ് ബോബിന് മെസ്സേജ് അയക്കും. ആ മെസ്സേജ് ഇടയിൽ വെച്ചിട്ട് ഈവ് നുഴഞ്ഞു കയറിയിട്ട് പിടിക്കും. മനസ്സിലായ? ഈവിന് ആ മെസ്സേജ് കിട്ടും. ആ മെസ്സേജിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഈവ് എന്ത് ചെയ്യും? ബോബിനയക്കും. ബോബിന് അയച്ചു കഴിഞ്ഞിട്ട് ബോബിന്റെ സൈഡിൽ നിന്ന് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് എന്താ ഉള്ളതെന്നത് ഈവിന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ഉപയോഗിക്കും. ആലീസിന്റെ മെസ്സേജ് ബോബ് തട്ടിപ്പറിച്ച് ചെറിയൊരു മാറ്റം വരുത്തി, സോറി, ആലീസിന്റെ മെസ്സേജ് ഈവ് എന്ന് പറഞ്ഞാൽ പിശാജ്, ഇടയിൽ ഈ പരിപാടി ചെയ്യുന്ന ആള്, ഈവ് തട്ടിപ്പറിച്ച് എന്നിട്ട് അതിന്റെ ചെറിയൊരു മാറ്റം വരുത്തി എന്നിട്ട് ബോബിന് അയച്ചു കൊടുത്ത്. അപ്പൊ ബോബ് ആടുന്നതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് എന്താ കിട്ടിയെന്നും ഈവിന് എടുക്കാൻ പറ്റും. ഒരു എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതും ചോർത്തിയിടും. സോ അത് ചോർത്തിയെടുത്താല് ഈ മോഡിഫിക്കേഷൻ വരുത്തിയ മെസ്സേജില് ഉള്ള പ്ലെയിൻ ടെക്സ്റ്റ് എന്താന്ന് ഈവിന് കിട്ടും. അപ്പൊ ഈവ് എന്ത് ചെയ്യും? ഈവിന്റെ അടുത്ത് ഒറിജിനൽ മെസ്സേജ് ഉണ്ടല്ലോ, ആലീസ് അയച്ച ഒറിജിനൽ മെസ്സേജ് ഉണ്ടല്ലോ, ഈവാണല്ലോ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയത്. അപ്പൊ ആ മോഡിഫിക്കേഷന്റെ പോർഷൻ കുറച്ചിട്ട് എമ്മിൽ എന്ത് മാറ്റം വരും എന്നുള്ള ഈവിന് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു അറ്റാക്കിനെയാണ് എന്ത് പറയുന്നത്? ചൂസൺ സൈഫർ ടെക്സ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ടൈമിംഗ് അറ്റാക്ക് ആണ്. ടൈമിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈവ് ഇങ്ങനെ അതായത് മോണിറ്റർ ചെയ്യും, എത്ര സമയം എടുക്കുന്നുണ്ട് ഡീക്രിപ്ഷന് വേണ്ടിയിട്ട്, എത്ര സമയം എടുക്കുന്നുണ്ട് എൻക്രിപ്ഷന് വേണ്ടിയിട്ട് എന്നൊക്കെ ആലോചിച്ചിട്ട് കണ്ടുപിടിക്കുന്ന പരിപാടിക്കാണ് എന്ത് പറയുന്നത്? ടൈമിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇവിടെ എമൗണ്ട് ഓഫ് ടൈം ആണ് സീക്രട്ട് ആയിട്ട്. ഈ ഒരു എമൗണ്ട് ഓഫ് ടൈം മനസ്സിലാക്കി ഡീക്രിപ്ഷന്റെയും എൻക്രിപ്ഷന്റെയും ടൈം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? ഈവ് തീരുമാനിക്കും, കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതിനെയാണ് ടൈമിംഗ് അറ്റാക്ക് എന്ന്
പറയുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് എന്താണ്? ഫോൾട്ട് അറ്റാക്ക്. ഫോൾട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ആക്റ്റീവ് അറ്റാക്ക് ആണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ടാമ്പറിംഗ് ദ ക്രിപ്റ്റോ ഡിവൈസ്, അതായത് ഇടയിൽ ഈവ് നിന്നിട്ട് പിശാച് നിന്നിട്ട് ഈ ക്രിപ്റ്റോ ഡിവൈസിനെ ടാമ്പർ ചെയ്യും. ടാമ്പർ ചെയ്തിട്ട് അതിനകത്ത് അറിഞ്ഞുകൊണ്ടും കുറച്ച് മാറ്റങ്ങൾ വരുത്തും, മിസ്റ്റേക്സ് വരുത്തും. എന്നിട്ട് അതങ്ങനെ അങ്ങ് അയക്കും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടും തിരിച്ചെടുക്കും. അതായത് അവിടെ അയച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്ന എന്താന്ന് തിരിച്ചെടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ്? ഹാർഡ്വെയർ ഫോൾട്ട് ബേസ്ഡ് ഓൺ അറ്റാക്ക് ഇൻവോൾവ്സ് ഇൻക്ലൂഡിംഗ് ഹാർഡ്വെയർ ഫോൾട്ട്. അതായത് അവിടെ ഒരു എറർ ഞാൻ പറഞ്ഞു, ഒന്നും കൂടി പറയാം. ഫോൾട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ആലീസ് ബോബിന് മെസ്സേജ് അയക്കുമ്പോൾ ഇടയെ കിടന്നിട്ട് ഈവ് ഈ മെസ്സേജിനെ പിടിച്ചിട്ട് അതിനകത്ത് കുറച്ച് അറിഞ്ഞുകൊണ്ട് കുറച്ച് എറർ ഉണ്ടാവും. സോ ഈ എറർ ഉണ്ടാക്കുമ്പോൾ ആ എററിന്റെ മെസ്സേജ് വരും. ആ മെസ്സേജിന്ന് കുറച്ച് സീക്രട്ട് കീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രിപ്റ്റോഗ്രഫിന്റെ കീ പൊളിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫോൾട്ട് അറ്റാക്ക് എന്ന് പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അഡീഷണൽ നോട്ട്സിലാണ് മിക്സർ എന്താന്ന് പറയുന്നുണ്ട്. മിക്സർ എന്ന് പറഞ്ഞാൽ എന്താ? മിക്സർ റെഫേഴ്സ് ദ ഫംഗ്ഷൻ വിത്തിൻ ഈച്ച് ഓഫ് ദ 16 ഫീസർ റൗണ്ട് ആൻഡ് സ്ക്രാമ്പിൾസ് ട്രാൻസ്ഫോംസ് കമ്പൈൻഡ് ഡാറ്റ വിത്ത് റൗണ്ട് സ്പെസിഫിക് സബ്. അതായത് നമ്മൾ ആ ഡി എസിന്റെ റൗണ്ടിൽ ഓരോ റൗണ്ടിലും നമ്മൾ പറയുന്നില്ല ലെഫ്റ്റ് എന്നുള്ള ബിറ്റ് ആ ഫംഗ്ഷനിൽ കയറി പുറത്ത് വന്ന് റൈറ്റിലുള്ള ബിറ്റ് എഫിൽ കയറി പുറത്ത് വന്ന് ലെഫ്റ്റുള്ള ബിറ്റുമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തി പോകുന്നു എന്നെല്ലാം പറയുന്ന പ്രോസസ്സിലെ അതാണ് ശരിക്കും മിക്സിംഗ്. എക്സോർ ഓപ്പറേഷൻ ആണ് ശരിക്കും ഇവിടെ മിക്സിംഗ് ആയിട്ട് വരുന്നത്. 32 ബിറ്റ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ റൗണ്ടിലും L0 R1ലേക്കും R0 ഇപ്പൊ L1ലേക്കും പോകുന്ന ആ സ്വാപ്പിംഗ് ഇല്ലേ, അതിനെയാണ് 32 ബിറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. അത് നോർമലി അതിനെ നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച സ്വാപ്പ് എന്താന്ന് വെച്ചാൽ മൊത്തം ഡി എസിന്റെ 16 റൗണ്ടും കഴിഞ്ഞിട്ട് വെറുതെ ഒരു സ്വാപ്പിംഗ് നടത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അല്ലെങ്കിൽ 16ാമത്തെ റൗണ്ട് ആകുമ്പോൾ ലെഫ്റ്റിലത് റൈറ്റിൽ ലെഫ്റ്റിൽ പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ 16ാമത്തെ റൗണ്ടിൽ അഡീഷണൽ സ്വാപ്പിംഗ് നടത്തും, അല്ലെങ്കിൽ 16ാമത്തെ റൗണ്ടിൽ സ്വാപ്പിംഗ് ഒഴിവാക്കും എന്ന് പറയും. അഡീഷണൽ സ്വാപ്പിംഗ് നടത്തുന്നതിനെയാണ് 32 ബിറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. പിന്നെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എസ് കൺഫ്യൂഷൻ ഹൈഡ്സ് ദ കീ സൈഫർ ടെക്സ്റ്റ് റിലേഷൻഷിപ്പ് യൂസിങ് എസ് ബോക്സ്. അതാണ് കൺഫ്യൂഷൻ. അത് നമ്മളെ പ്രോസസ്സിൽ നമ്മൾ എസ് ബോക്സ് ഉപയോഗിക്കുന്നില്ല, അതാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഹൈഡ്സ് ദ പ്ലെയിൻ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് റിലേഷൻഷിപ്പ് യൂസിങ് പി ബോക്സ്. പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ട് റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നത്. പിന്നെ എസ് ബോക്സ് എന്താ? എസ് ബോക്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് എന്ന് പറയും. അതെന്താണ്? കൺഫ്യൂഷന് വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. പിന്നെ പി ബോക്സ് ഓർ ഡി ബോക്സ് എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ബോക്സ് ആർ യൂസ് ടു പ്രൊവൈഡ് ഡിഫ്യൂഷൻ ബൈ സ്ക്രാംബ്ലിംഗ് ഇറ്റ് പൊസിഷൻസ് അക്രോസ് ദ റൗണ്ട്. അതായത് ബിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാം. പിന്നെ മീറ്റ് ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഡബിൾ ഡി എസും ട്രിപ്പിൾ ഡി എസും പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിന് സെക്യൂരിറ്റി കിട്ടാത്തതിന്റെ കാരണം എന്താണ്? മീറ്റ് ഇൻ ദ മിഡിൽ അറ്റാക്ക് ആണ്. അതെന്താണ്? ഇറ്റ്സ് എ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക് ദാറ്റ് ബ്രേക്സ് എൻക്രിപ്ഷൻ സ്കീംസ് യൂസിംഗ് multiple keys by attacking from both sides. Instead of a full brute force attack, it encrypts a plain text and decrypts the ciphertext to find the match individual. അതെല്ലാം ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ക്രിപ്റ്റ് അനാലിസിസ് എന്താണെന്ന് ചോദ്യം. അത് നേരത്തെ നമ്മൾ ഡി എസിന്റെ ക്രിപ്റ്റ് അനാലിസോ ആർ സിന്റെ ക്രിപ്റ്റ് അനാലിസോ പഠിച്ചത്. ഇനി ജനറലി ക്രിപ്റ്റ് അനാലിസിസ് എന്താ ചോദ്യം എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഓർ ഡീകോഡിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് ഹാവിംഗ് ആക്സസ് ടു ദ റിയൽ കീ ഇല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുക. രണ്ട് തരത്തിലുള്ള ക്രിപ്റ്റ് അനാലിസിസ് ഉണ്ട്. ഒന്ന് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ്, ഒന്ന് ഡിഫറൻഷ്യൽ ക്രിപ്റ്റ് അനാലിസിസ്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ജനറൽ ടൈപ്പ് ഓഫ് ക്രിപ്റ്റ് അനാലിസിസ്. അവിടെ ഒരു അപ്രോക്സിമേഷൻ, അതായത് നമ്മൾ ഏകദേശം ഗസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ്. ഡിഫറൻഷ്യൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് കറസ്പോണ്ടിങ് സൈഫ് ടെക്സ്റ്റ് കണ്ടുപിടിക്കും, രണ്ടാമത് വേറൊരു പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കും, മൈനസ് സൈഫ് ടെക്സ്റ്റ് കണ്ടുപിടിക്കും. അങ്ങനെ ഓരോരോ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് സൈഫ് ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടി അനലൈസ് ചെയ്യും, തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ ആലോചിച്ചിട്ട് സീക്രട്ട് കീ കണ്ടുപിടിക്കുന്നതാണ് ലീനിയർ ക്രിപ്റ്റ് അനാലിസിസ്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, പിന്നെ നീ നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഈ ക്ലാസ്സും കേട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഓഡിയോ കോളിൽ ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ സ്റ്റോപ്പ് ഷെയർ.